എക്സോസിസം തൃശ്ശൂർ വരാൻ പോകുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഒക്കെ ഒരു വാസ്തവം? എക്സോർസിസം അല്ല, എക്സോസോംസ് ആണ്. എക്സോസോംസ് എന്ന് വെച്ചാൽ ഒരു പുതിയതായിട്ട് നമ്മൾ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയും ആസ് എ പാർട്ട് ഓഫ് റെഡ്യൂസിങ് ഹെയർ ലോസ് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ പറയുന്ന എക്സോസോം. ആക്ച്വലി ഇതിന് എത്ര സെഷൻസ് ആവശ്യം ഉണ്ടാവും? 4 to 6 സെഷൻസ് ആണ് നമ്മൾ യൂഷ്വലി റെക്കമെൻഡ് ചെയ്യാറുള്ളത് 10 days ഗ്യാപ്പിൽ. പക്ഷെ അതിൻ്റെ വിസിബിൾ റിസൾട്ട്സ് കാണണമെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 3 to 6 months. പിന്നെ എക്സോസോംസ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അതിനോടൊപ്പം കഴിക്കാനുള്ള മൾട്ടി വൈറ്റമിൻസും റെഗുലർ ഫോളോഅപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PRP അഥവാ GFC എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി വൺസ് എ മന്ത് ആണ് ചെയ്യുന്നത്. ആവറേജ് നമ്മൾ പേഷ്യൻറ്റിനോട് പറയുന്നത് 4 to 6 സെഷൻസ് ആണ് പറയുന്നത്. റിസൾട്ട് വൈസ് ഏതാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് ടെല്ലിംഗ് യു ഡെഫിനറ്റ്ലി എക്സോസോംസ് ആണ് റിസൾട്ട് വൈസ് കുറച്ചും കൂടി ബെറ്റർ. എക്സോസോംസ് ഇസ് സംതിങ് റിലേറ്റീവ്ലി ന്യൂ. GFC എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലോങ് ടൈം. ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിനും ഈ ട്രീറ്റ്മെന്റ് സൂട്ടബിൾ ആണോ? ഏത് ഏജ് ഗ്രൂപ്പും പറ്റില്ല. 18 to say ഒരു 50-55 ഡയബറ്റിക് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ലൈക്ക് ഹൈപ്പർ ടെൻഷനോ അങ്ങനത്തെ വല്ല ഇഷ്യൂസോ വല്ലതും ഉണ്ടെങ്കിൽ, അതേപോലെ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി. ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണോ എക്സോസം? ആണ്. കമ്പയർഡ് ടു GFC എക്സോസോംസ് ആണ് കുറച്ചും കൂടി എക്സ്പെൻസീവ്. എന്താണ് അതിന്റെ റീസൺ? എക്സ്പെൻസീവ് ആവാൻ കാരണം എന്താ? ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ്, പിന്നെ റിസൾട്ട് വൈസ് ആണെങ്കിലും പെയിൻ ത്രെഷോൾഡ് കുറവായിരിക്കും, പിന്നെ ഓവറോൾ പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ ഡെഫിനറ്റ്ലി എക്സോസോംസിലാണ് ബെറ്റർ.